നല്ല തേങ്ങാപ്പാലിട്ട പത്തിരിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ബീഫ് വരട്ടി ഉണ്ടാക്കിയാലോ. നല്ല കുറുമയായിട്ട്, കറിയല്ല, നല്ല ബീഫ് തിക്ക് ഗ്രേവി ആയിട്ട് വരട്ടിയെടുത്തത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനായി ബീഫ് കഴുകി വെക്കുക. എന്നിട്ട് കുക്കറിലാണ് ബീഫ് വേവിക്കുന്നത്. അപ്പോൾ കുക്കർ എടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ടത് 2 ഗ്രാമ്പുവാണ്. അപ്പോൾ നമ്മൾ ഗരം മസാല ഇതിനിടും. ഗരം മസാലയിലൊക്കെ ഇടുന്ന ഗ്രാമ്പുവാണ്. അപ്പോൾ അത് മസാല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ 2 ഗ്രാമ്പു ഇട്ട് അതിന് ശേഷം 2 മീഡിയം സൈസ് ഉള്ളി എടുത്ത്, ഇപ്പോൾ നിങ്ങൾ ബീഫായാലും ചിക്കനായാലും എടുക്കുന്നതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 kg അത്രേ ബീഫ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇറച്ചി എടുക്കുന്നതിനനുസരിച്ചിട്ട് ഉള്ളിയും തക്കാളിയും എടുക്കുക. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് ഉള്ളിയും 3 ചെറിയ തക്കാളിയാണ് എടുത്തത്. അപ്പോൾ തക്കാളി ഒന്നധികം എപ്പോൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കറിയിൽ ആവശ്യത്തിന് പുളിയും ഇതൊക്കെ കിട്ടണമെങ്കിൽ തക്കാളി ഒന്ന് അധികമായിട്ട് എടുക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട്, ഉള്ളിയും തക്കാളി നന്നായി ഉടച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി ചതച്ചതാണ്. അപ്പോൾ ഒരു വെളുത്തുള്ളിൻ്റെ മുഴുവനായിട്ടും, ഒരു ഇഞ്ചി, 3-4 പച്ചമുളക് ഇത് 3ഉം കൂടി ചതച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടാം. അപ്പോൾ ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. 1 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ ആവശ്യത്തിന് ഗരം മസാല, പിന്നെ മുളക് പൊടി 2 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ എടുക്കുക. മല്ലിപ്പൊടി ഇടുന്നതിന് കുറച്ചധികമായിട്ട് മുളക് പൊടി എടുക്കുക. ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും, നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർക്കാൻ ശ്രമിക്കുക. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിക്കാവും. ഓവറാവരുത്, കാരണം ബീഫ് കറിയായിട്ട് വെക്കുന്നില്ല, അപ്പോൾ കുറുമ പോലെയാണ്. അപ്പോൾ ആ മസാലയ്ക്ക് ആവശ്യമായ വെള്ളം മാത്രം ഒഴിക്കുക. എന്നിട്ട് അത് നന്നായി യോജിപ്പിച്ച് ഇതിലേക്ക് കഴുകി വെച്ച ബീഫ് ഇടുക. അതൊന്നും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത്തിരി കൂടി വേവാൻ ആവശ്യമായി ഇത്തിരി കൂടി വെള്ളമൊഴിച്ച് അത് കുക്കർ മൂടി വേവാൻ വെക്കുക. ഒരു 5-8 വിസിലെങ്കിലും ബീഫിന് വേവാനായിട്ട് കുക്കറിൽ വെക്കുമ്പോൾ വേണം. അല്ലാതെ വെക്കുമ്പോൾ കുറേ ടൈം എടുക്കും ഇറച്ചി വേവാനായിട്ട്. അപ്പോൾ ഇത് ബീഫ് മസാലയിൽ വേവിച്ച് പൊരിക്കുന്നതാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇത്തിരി വെള്ളം ഒഴിക്കുന്നത് കുറുമ പോലെ കിട്ടാനാണ്. അതിനുശേഷം വെന്ത ശേഷം ഒരു 1/2 ചെറുനാരങ്ങ നീര് ചേർക്കുക. അത് ബാലൻസ് ആവാനാണ്, നല്ല ടേസ്റ്റ് കിട്ടാനാണ്. അതേപോലെ കറിവേപ്പിലയും ഇട്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ച് നന്നായി ഇളക്കി ഉപ്പൊക്കെ നോക്കി അതിന് ശേഷം കുറച്ചുകൂടി കുറുമയാവാൻ വെക്കുക. കുറുമ എന്ന് ഉദ്ദേശിച്ചത് കുറച്ചും കൂടി വെള്ളം വറ്റാനായിട്ട് വെക്കുക. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കി നമുക്ക് ചോറിനായാലും പത്തിരിക്കായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.